ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും ഇത് അസൻഖാൻ എടുത്ത് അസൻഖാൻ ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞല്ലേ നമ്മൾ കണ്ടിട്ട്? 3 മാസം അല്ല 6 മാസം കഴിഞ്ഞു. ഞാൻ വീട്ടിൽ കൂടിയിട്ടുണ്ട് ഏകദേശം 3 മാസം കഴിഞ്ഞു. നമുക്ക് തിരക്ക്. പിന്നെ അസൻഖാൻ അടുത്തേക്ക് ഒന്നത് പ്രാവശ്യം സിയാസ് ഉണ്ട് 2016 മോഡലല്ലേ? 2015 സിയാസ് ഡീസൽ നമുക്ക് ലാസ്റ്റ് 390 തരാൻ പോകുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ പോളോ നോക്കുകയാണെങ്കിൽ 2015 ഡീസൽ പോളോ 1.5 ലാസ്റ്റ് ഫൈനൽ കൊടുക്കാം. 340 കൊടുക്കാം. ഫുൾ കവർ ഇൻഷുറൻസ് 340 ഫുൾ കവർ ഇൻഷുറൻസ് തരാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതേപോലെ തന്നെ ഫോണിന്റെ എക്കോസ്പോർട്ട് ഉണ്ട്, ടൈറ്റാനിയം പ്ലസ്. അത് ഏതാ മോഡൽ? 2013. എത്ര കൊടുക്കാം? 3.5 ലക്ഷം റുപ്യക്ക്. ഇപ്പൊ 2022 വാഗണർ നോക്കുകയാണെങ്കിൽ എത്ര കൊടുക്കാം? 490 കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ്. അസൻഖാൻ അടുത്ത് എപ്പോഴും ബഡ്ജറ്റ് കാർ എപ്പോഴും ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ 2011 ആൾട്ടോ എത്ര വിൽക്കുന്നത്? 65 റുപ്യ. അതേപോലെ തന്നെ 28,000 മാരുതി 800 ഉണ്ട്. 29 വരെ പേപ്പറുള്ള. അപ്പൊ അസൻഖാന്റെ കറക്റ്റ് സ്പോട്ട് നമ്മളെ കോഴിക്കോട് രാമനാട്ടുകര കാക്കഞ്ചേരി പള്ളിക്കൽ ബസാർ മലപ്പുറം കോഴിക്കോടിന്റെ ബോർഡറിലാണ് വരുന്നത്. നമ്മുടെ ഷോപ്പ് റീഡ്രൈവ് ആണ് വരുന്നത് അസൻഖാൻ്റെത്. അപ്പൊ അതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാ വീഡിയോയിലും പറഞ്ഞ മാതിരി പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വേഗം വിളിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. ഈ ഒരു ഐറ്റം ചെയ്താൽ 2015 സ്പോർട്സ് പെട്രോൾ ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 80,000 കറക്റ്റ് കമ്പനി സർവീസ്. റീപ്ലേസ് ഒന്നുമില്ല. ഫാൻസി വീലും കാര്യമൊക്കെ ചെയ്ത് 410 കൊടുക്കാം. 410 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ, വീലും കാര്യമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോളി. ഓക്കെ, വീലൊക്കെ അറ്റാച്ച് അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 410 ഫൈനൽ. ഈ ഒരു പോളെ 2015 1.5 സിംഗിൾ ഓണർ. ഡീസൽ പെട്രോളോ? ഡീസൽ. എത്ര ഓട്ടോ ഓടിക്കുന്നുണ്ട്? ഇത് 1.20 ഓടിക്കുന്നു. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 3.45 കൊടുക്കാം. 3.40 ഫൈനലി ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. സിയാസ് ഏതാ, ഡീസൽ ആണോ പെട്രോൾ ആണോ? സിയാസ് ഡീസൽ ആണ്. 2015 VDI പ്ലസ്. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ 1.40 ഓടി സർവീസ് ഉണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് 3.95 ഫൈനൽ കൊടുക്കാം. സിയാസ് ആണ്. സിയാസ് 3.95 ഡീസൽ 2015 മോഡലിൽ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ അതേപോലെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 2018 VX. 2018 VX സെക്കൻഡ് ഓണർ. ഡീസൽ പെട്രോളോ? ഡീസൽ. ഹോണ്ട അമേസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ 1.26 ഓടി സർവീസിലുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 6.45 കൊടുക്കാം. ഈ ഒരു ഇയോൺ ഏതാ മോഡൽ? 2018 ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 70,000 സർവീസിലുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 2.30. ഏതാ ഓപ്ഷൻ വരുന്നത്? പ്ലസ്. ഓക്കെ, ഈ ഒരു ഇയോൺ ഏതാ മോഡൽ? 2014 ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1.30 ഓടി. റീപ്ലേസ് ഒന്നുമില്ല. ചെയ്ത വണ്ടി. കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്ര പൈസ വരുന്നത്? ഇത് 1.75. 1,75,000. ഓക്കെ, ഈ ഒരു ഇയാണോ? അത് 2016 മോഡൽ. 2016 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. 80,000 കിലോമീറ്റർ ഓട്ടം. റീപ്ലേസ് ഒന്നുമില്ല. ഏതാ ഓപ്ഷൻ വരുന്നത്? പ്ലസ് തന്നെ. ലാസ്റ്റ് ഫൈനൽ ഇത് 1.95 കൊടുക്കാം. 1.95 2016 മോഡൽ. ഹോണ്ട സിറ്റി ഏതാ മോഡൽ? 2014 മോഡൽ എസ് ഡീസൽ. 2014 എസ് ഡീസൽ. ഓൺഷിപ്പ് കാര്യമൊക്കെ ചെയ്ത വണ്ടിയാണ്. ഓൺഷിപ്പ് ഫസ്റ്റ് ഓണർ. കിലോമീറ്റർ 1.12. റീപ്ലേസ് ഒന്നും. ലാസ്റ്റ് ഫൈനൽ ഇത് 4.20 കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഐറ്റം ചെയ്താൽ 2015 ആസ്റ്റ സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ്. ഡീസൽ അല്ലേ? ഡീസലാണ്. കിലോമീറ്റർ 1.23 ഓടി. 1.23 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 4.30. 4,30,000. ആസ്റ്റ ഡീസൽ ആട്ടോ. മാക്സിമം ലോൺ. അതെ. ഓക്കെ, ഈ ഒരു i20 സ്പോർട്സോ? അത് 2018 ഡീസൽ. 2012 ഡീസൽ. സെക്കൻഡ് ഓണർഷിപ്പ്. 1.10 ഓടി സർവീസിൽ വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഇത് ഫൈനൽ നമുക്ക് 4.90 കൊടുക്കാം. 4.90 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. ഓക്കെ, 2018 മോഡൽ. ഓക്കെ, അതേപോലെ തന്നെ എത്തിയോസ് ലീവ് 2019 സിംഗിൾ ഓണർഷിപ്പ് വി ആണ് പെട്രോൾ. 2019 സിംഗിൾ ഓണർഷിപ്പ് വി. സിംഗിൾ ഓണർഷിപ്പ് 40,000 കിലോമീറ്റർ ഓടി കറക്റ്റ് സർവീസിലുണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ 5.80. 5,80,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം 5.5 ലോൺ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? സ്വിഫ്റ്റ് 2012 ടൈപ്പ്. 2012 VDI ഡീസൽ. ഓണർഷിപ്പ് 4 ആയിക്കണ്. കിലോമീറ്റർ 1.20 ഓടിയുണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് അവിടെ ചെറിയ പരിക്കുണ്ടാവും സൈഡ്. ലാസ്റ്റ് ഫൈനൽ 2.35 ഫൈനൽ. 2,30,000 ഫൈനലായിട്ട് കൊടുക്കാം. ഓക്കെ, ഈ കിഡ് ഏതാ മോഡൽ വരുന്നത്? കിഡ് 2017 1000 cc. 2017 1000 cc. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 90.
റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഇത് ലാസ്റ്റ് ഫൈനൽ നമുക്ക് 240 കൊടുക്കാം. 2,40,000 കൊടുക്കാം. അപ്പൊ ഈ ഒരു സ്വിഫ്റ്റ് 2018 പെട്രോൾ ആണ്. ഇത് CNG ആഡ് ചെയ്ത വണ്ടിയാണ്. 2018 CNG ആഡ് ചെയ്തത്. അപ്പൊ അത്യാവശ്യം മൈലേജ് കിട്ടും. നല്ല മൈലേജ് കിട്ടും. സിംഗിൾ ഓണർഷിപ്പ് 89,000 കറക്റ്റ് കമ്പനി സർവീസിൽ. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 510 കൊടുക്കാം. 510 മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. അതെ മാക്സിമം. ഓക്കെ. ഈ സെയിൽ 2013 വീഡിയോ അലവിലും കാര്യമൊക്കെ ചെയ്ത വണ്ടിയാണ്. കിലോമീറ്റർ 1,14,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 320 കൊടുക്കാം. 320 സെറ്റ് അലവിലൊക്കെ ചെയ്ത വണ്ടി, ഡീസൽ വണ്ടിയാട്ടോ. ഓക്കെ. ഈ ഡിസൈറോ? അത് 2013 സെക്കൻഡ് ഓണർഷിപ്പ് വീഡിയോ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,14,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് ഫൈനൽ 3,25. 3,25,000 കൊടുക്കാം. ഓക്കെ. ഈ ഒരു അമേസ് അമേസ് 2015 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2015 സിംഗിൾ ഓണർഷിപ്പ്. ഡീസലോ പെട്രോളോ? ഡീസലാണ്. സിംഗിൾ ഓണർ. എസ് ആണ് വേരിയന്റ്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഇത് 3,85. 3,85,000 മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഏകദേശം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ സ്വിഫ്റ്റ് 2015 ZXi പ്ലസ്. 2015 ZXi പ്ലസ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1,17 ഓടി. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ചെറിയ പരിക്കുണ്ട് വണ്ടി. ലാസ്റ്റ് ഫൈനൽ ലാസ്റ്റ് 3,4 കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് 3,4 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഇതാ ഇന്ത്യക്ക് അത് കോട്രാജറ്റ് വിസ്റ്റ് 2011 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓണർഷിപ്പ് 3. കിലോമീറ്റർ 1,14. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഇത് നമുക്ക് 75 റുപ്യ കൊടുക്കാം. 75 രൂപ ഫൈനൽ കൊടുക്കാം. ഈ ഒരു കിഡോ? കിഡ് 2017 1 ലിറ്റർ ഓട്ടോമാറ്റിക്. കിലോമീറ്ററോ? കിലോമീറ്റർ 68,000 സർവീസിലെ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 2.5 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. 2.5 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. 2017 ഓട്ടോമാറ്റിക് ആട്ടോ. ഓക്കെ. 2017 ഓട്ടോമാറ്റിക്. മൊബൈൽ ഏതാ മോഡൽ വരുന്നത്? മൊബൈൽ അല്ല, ജാസ്. ജാസ് ഏതാ മോഡൽ? ജാസ് 2016. 2016 ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. വേരിയന്റ് എസ് ആണ്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് ഫൈനലി നമുക്ക് 4,35 കൊടുക്കും. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ലോൺ ഏകദേശം കയറും. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ആ റിഡ്സ് ഏതാ മോഡൽ? 2016 പെട്രോൾ LXi. 2016 പെട്രോൾ LXi. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,20 ഓടി. 1,20. റീപ്ലേസ് എന്താണ്? ഓഫർ വില കൊടുക്കാം. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 2,20 കൊടുക്കാം. 2016 റിഡ്സ് 2,20 കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ റേറ്റ് ഉണ്ടോ? അത് 2004 കാർപ്പറ്റർ ആണ്. AC വർക്കിംഗ് ഇല്ല. 28 റുപ്യ. 29 പേപ്പർ. 2029 പേപ്പർ 828 റുപ്യ. ഓക്കെ. ടിയാഗോ 2021 ഓട്ടോമാറ്റിക്. 2021 ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്ററോ? 69,000 കിലോമീറ്റർ. എക്സെഡ് ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? ലാസ്റ്റ് ഫൈനൽ നമുക്ക് 4,65 കൊടുക്കാം. ഫുൾ 4,65,000 രൂപയ്ക്ക് ഫുൾ ഓൺ. ഓക്കെ. നെക്സ്റ്റ് ഇയോണോ? ഇയോണ് 2017 ഇറ പ്ലസ്. 2017 ഇറ പ്ലസ്. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ. കിലോമീറ്ററോ? 88,000 കിലോമീറ്റർ ഓടിയിട്ട്. റീപ്ലേസ് ഒന്നുമില്ല. ചെയ്തതാ. ലാസ്റ്റ് 2,15 കൊടുക്കാം. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. ഈ കിട്ടോ? 2016 RXL. 2016 RXL. അതെ. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 98,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ് എന്താണ്? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 1,85 കൊടുക്കാം. 1,85 ഫൈനലായിട്ട് കൊടുക്കാം. ഈ ഒരു ആൾട്ടോ? 2011 LX ആണ്. 2011 LX. എത്ര? നവംബറിൽ ടെസ്റ്റ് വരും. ഇത് നമുക്ക് 65 റുപ്യ കൊടുക്കാം. 2011 LX AC വർക്കിംഗ് വേണ്ടി 65 രൂപ കൊടുക്കാം. ഓക്കെ. ഈ ഒരു ആൾട്ടോ 800. 2015 LXi. 2015 LXi. ഓണർഷിപ്പ് 15 LXi. ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പാണ്. 89,000 കിലോമീറ്റർ. 1,80. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 1,80 കൊടുക്കാം. 1,80 കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് ഈ ഒരു ആൾട്ടോ? 2022 VS6. 2022 VS6. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 70,000 കിലോമീറ്റർ. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 3,25,000 റുപ്യ കൊടുക്കും. 3,25 ഫൈനലായിട്ട് കൊടുക്കാം. 2022. ഈ റേറ്റ് ഉണ്ടോ? 2009 AC MPFI. 31 പേപ്പർ എടുത്ത വണ്ടിയാണ്. നമുക്ക് 58 റുപ്യ കൊടുക്കും. 58 രൂപ കൊടുക്കാം. ഉണ്ടായിട്ട് വരണേ 2007 ഡീസൽ. സെഡാൻ വണ്ടി. 2007 ഡീസൽ. ഓണർഷിപ്പ് നോക്കിയിട്ടില്ല. 3-4 ഒക്കെ ആയിരിക്കാം. കിലോമീറ്റർ മെക്കാനിക്കൽ ഫിറ്റ് ആണ്. കിലോമീറ്റർ അതിൽ കാണുന്ന 1,80. 28 വരെ പേപ്പർ. 27 ലാസ്റ്റ് വരെ പേപ്പർ. എല്ലാ ഭാഗം വർക്കിംഗ്. AC വരെ വർക്കിംഗ്. 85 റുപ്യ കൊടുക്കും. 85 രൂപ ഫൈനലായിട്ട് കൊടുക്കാം. 7 ഡീസൽ വണ്ടിയാണ്. ഓക്കെ. ഈ ഒരു ആൾട്ടോ? 2014 LXi. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ 82,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ നമുക്ക് 1,80 കൊടുക്കാം. 1,80 ഫൈനൽ കൊടുക്കാം. ആ തവേര കൊടുക്കാനുള്ളല്ലേ? തവേര കൊടുക്കാല്ലോ. ഒക്കെ കൊടുക്കാലോ. തവേര ഏതാ മോഡൽ വരുന്നത്? 2010. 2010. പുതിയ പേപ്പർ എടുത്താണോ? 30 പേപ്പർ ഉണ്ട്. 2030 പേപ്പർ. ഓണർഷിപ്പ് സെക്കൻഡ്. അതാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,70,000 കിലോമീറ്റർ. റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ
ലാസ്റ്റ് പതിനേഴ് 230. 230. ഓക്കെ. ഈ ഒരു ബലോനോ ഗ്ലാൻസ് ഓട്ടോമാറ്റിക് 19-20 റേസർ 80,000 കറക്റ്റ് സർവീസിലുണ്ട്. അൽഫയാണ് വേരിയന്റ്. പെട്രോൾ ഓണർഷിപ്പ്. ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 80,000. റീപ്ലേസ് ഒന്നുമില്ല. ഇത് 6,10 കൊടുക്കാം. 6,10 ഇൻഷുറൻസ് ഫുൾ കവർ അടച്ചു കൊടുക്കാം. ഓക്കെ. ഈ ഒരു എത്തിയോസോ 2012 പ്ലാറ്റിനം ടൈപ്പ് കൺവേർട്ട് ചെയ്ത വണ്ടി. ഫ്രീ വണ്ടിയാണ്. പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയുള്ള വണ്ടിയാണ്. നമുക്ക് 2,70 കൊടുക്കാം. 2,70,000. ഓക്കെ. ഈ റിഡ്സോ റിഡ്സ് 2014 വീഡിയോ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററോ 1,18 ഓടി സർവീസിലുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ഡീസൽ. ഇത് 3,25 കൊടുക്കാം. ഇൻഷൂർ അടച്ചു കൊടുക്കാം. ഓക്കെ. സ്കോർപിയോ 2009 ഓട്ടോമാറ്റിക്. 2009 ഓട്ടോമാറ്റിക്. 29 വരെ പേപ്പർ. എമോക്ക്. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ കിലോമീറ്റർ 1,60,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നും. ലാസ്റ്റ് ഫൈനലി ഇത് 3,400 രൂപ കൊടുക്കാം. 3,400 ഫൈനൽ ആയിട്ട് കൊടുക്കാം. എക്സ്പ്രസ് 2020 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2020 സിംഗിൾ ഓണർഷിപ്പ്. അതെ. കിലോമീറ്റർ 1 ലക്ഷം ഓടിന് സർവീസ് ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. 3,60,000 കൊടുക്കാം. 3,60,000 ഓക്കെ. ഈ എക്സ്പ്രസ് അവിടെ ഈ വാഗണർ 2016 VXI സിംഗിൾ ഓണർഷിപ്പ്. 2016 VXI സിംഗിൾ ഓണർഷിപ്പ്. അതെ. കിലോമീറ്റർ 70,000. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലി 3,45. 2016 3,45. ഈ വാഗണർ 2014 VXI സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 68,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലി ഇത് 2,80. 2014 2,80. ഈ വാഗണർ 2017 VXI ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ. 2017 VXI ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ്. 74,000 കിലോമീറ്റർ ഓടിയുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 4,10 കൊടുക്കാം. 4,10 2017 മോഡൽ VXI ഓട്ടോമാറ്റിക്. ഓക്കെ. ഈ വാഗണർ അത് 2022 VXI 1 ലിറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. 60,000 കറക്റ്റ് കമ്പനി സർവീസ്. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ നമുക്കിത് 4,90 കൊടുക്കാം. 4,90 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഈ വാഗണർ അത് 2019 1 ലിറ്റർ തന്നെയാണ്. ന്യൂ ടൈപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് 80,000 കിലോമീറ്റർ ഓടി. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 4,10 കൊടുക്കാം. 4,10 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ. ഡസ്റ്റർ 2017 110 ഓട്ടോമാറ്റിക്. 2017 110 ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പ് 3. കിലോമീറ്റർ 1,04,000 കിലോമീറ്റർ. ഡീസൽ അല്ലേ? ഡീസൽ. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ നമുക്ക് 5,10 കൊടുക്കാം. 5,10 ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഇന്നോവ 2014 സെക്കൻഡ് ഓണർ ഇന്റർകൂളർ G4. 2014 G4 ഇന്റർകൂളർ. ഓണർഷിപ്പ് റീവണ്ടിയാണ്. സെക്കൻഡ് ഓണറായി. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ നമുക്ക് 7,30 കൊടുക്കാം. 7,30,000. ഓക്കെ. ഈ ഒരു ഇന്നോവ 2012 V കേരള വണ്ടിയാണ്. 2000 V കേരള വണ്ടി സെക്കൻഡ് ഓണർ കറക്റ്റ് കമ്പനി സർവീസിലുണ്ട്. 2012 V കേരള വണ്ടി. ഇന്റർകൂളർ അല്ലേ? ഇന്റർകൂളർ ഉണ്ടാവില്ല കേരള വണ്ടിയല്ലേ? ഡീസൽ. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ 230 കറക്റ്റ് സർവീസിലുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ നമുക്ക് 7,15 രൂപ കൊടുക്കാം. 7,15 ഫൈനൽ ആയിട്ട് കൊടുക്കാം. 2012 V കേരള വണ്ടി. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് MG ഷാർപ്പ് ഡീസൽ. ഏതാ മോഡൽ വരുന്നത്? 2019 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2019 സിംഗിൾ ഓണർഷിപ്പ്. 78,000 കിലോമീറ്റർ ഓടി. ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഷാർപ്പ്. റീപ്ലേസ് ഒന്നുമില്ല. ഏത് 2019 എത്ര ഓട്ടോ ഓടിക്കുന്നത്? 78,000 കിലോമീറ്റർ സർവീസിലുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മേജർ സർവീസിന്റെ വണ്ടിയാണ്. കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള വണ്ടി. ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് ഫൈനൽ 10,20 കൊടുക്കാം. 10,20,000 കൊടുക്കാം. ഓക്കെ. ഇനി ഫൈനലി എക്കോസ്പോർട്ട് 2013 ടൈറ്റാനിയം പ്ലസ് ബട്ടർ സ്റ്റാർട്ട് 6 എയർ ബാഗ് കയറുന്ന വണ്ടിയാണ്. നമുക്ക് 3,60 കൊടുക്കാം. 3,60 2013. കിലോമീറ്റർ 1,16,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 3,500 ലാസ്റ്റ് കൊടുക്കാം. ഫുൾ ഓൺ ടൈറ്റാനിയം പ്ലസ്. ഫുൾ ഓണിൽ 3 രൂപ ലോൺ കിട്ടുള്ളൂ. 2017 കിഡ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1000 cc ആണ്. കിലോമീറ്റർ 80 ഓടി. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ നമുക്ക് 1,95 കൊടുക്കാം. വൃത്തിയാക്കിയിട്ട് 2,10 കൊടുക്കാം. ചെറിയ 90 കൊടുക്കാം. സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇപ്പൊ അല്ലേ? വൃത്തിയാക്കി കൊടുക്കും നമ്മൾ. നല്ല എക്സ്ചേഞ്ചിൽ വന്നോണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് മാസത്തിന്റെ ശേഷം വണ്ടിയില്ല. കറക്റ്റ് ലൊക്കേഷൻ കാക്കഞ്ചേരി. അപ്പൊ പള്ളിക്കൽ ബസാർ റോഡിലേക്ക് തൃശ്ശൂർ റോഡ് യൂണിവേഴ്സിറ്റി തൊട്ടപ്പുറത്ത് കാക്കഞ്ചേരി. അപ്പൊ എന്തായാലും അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി. മിസ്സാക്കാൻ നിൽക്കേണ്ട. നിങ്ങൾക്കുള്ള സുവർണ്ണ അവസരമാണ്.